ഒരു മോഡേൺ കുടുംബം. സാൻ അന്റോണിയോ മർത്തോമ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ അംഗങ്ങൾ ഇന്നത്തെ പുതുപുത്തൻ ശാസ്ത്രത്തിന് അടിമയായ ഒരു കുടുംബത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ നർമ്മത്തിൽ പൊതിഞ്ഞ് നന്മയുക്തമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇതിൽ പറയുന്ന വർഗീസ് കുടുംബം ഇന്നത്തെ ഒട്ടുമുക്കാലും കുടുംബങ്ങളെയും പോലെ ആധുനിക ശാസ്ത്രത്തിന് അടിമയായ ഒരു കുടുംബമാണ്. ഇവിടെ ഇന്റർനെറ്റിന്റെ ദുരുപയോഗം കൊണ്ട് എന്തെല്ലാം ദൂഷ്യഫലങ്ങൾ അവരുടെ ദിനചര്യയിൽ സംഭവിക്കാം എന്നുള്ളത് നമ്മളെ കാണിച്ചു തരികയാണ്. ഹലോ, ഞാൻ വീട്ടിലെത്തി. ഹലോ ഹലോ, എല്ലാരും എവിടെ പോയി? റീബ, റീബ, ചുമ്മാ അതല്ല ഇവർക്ക് കേൾക്കാൻ വയ്യാട്ട്. വീട്ടിൽ ഒറ്റ ഇത്ര എന്തിനാ കൂട്ടി വെച്ചേക്കുന്നേ? ഒരു മിനിറ്റ് സണ്ണിച്ചായ പോയി ഒന്ന് കൂട്ടിക്കേ. എന്തിനാ? ഷോ എന്റെ സണ്ണിച്ചായ ഒന്ന് മിണ്ടാതെ ഇരിക്ക്. ഇത് ക്ലൈമാക്സ് സീനാണ്. അവൾ പറയുന്നൊന്ന് കേക്കട്ടെ പ്ലീസ് എന്റെ സണ്ണിച്ച. ഓഹോ, അപ്പോ ഇന്നാണോ ക്ലൈമാക്സ് സീൻ? ഒരാഴ്ചയായി അഞ്ജലി കിണറ്റി വീണിട്ട് ആ ഡയറക്ടർ ഇതുവരെ അവളെ വെളിയിറക്കിയിട്ടില്ല. നമ്മൾ വല്ലതും ആയിരുന്നെങ്കിൽ വെള്ളം കുടിച്ച് മരിച്ച് ബോഡി പൊങ്ങിയേനെ. ഓഹോ, അപ്പൊ സണ്ണിച്ചായ ഇതൊക്കെ കാണാറുണ്ട് അല്ലേ? കാണേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? എന്നും വീട്ടിൽ എത്തുമ്പം 6 മണി മുതൽ 9 മണി വരെ ടി വിയിൽ ഇതല്ലേ ഉള്ളൂ. ഈ ടി വിയുടെ ശബ്ദം എനിക്ക് ജോലി സ്ഥലം വരെ കേൾക്കാൻ വേണ്ടി. അതുകൊണ്ട് എല്ലാവരുടെയും പേരും അറിയാം, നടക്കുന്ന കഥയും അറിയാം. 1000 എപ്പിസോഡെങ്കിലും എടുക്കും ഒരു കഥ തീർക്കാൻ. വെറുതെ അല്ല ഈ പെണ്ണുങ്ങളെല്ലാം ടി വിയുടെ മുമ്പിൽ കുത്തിയിരിക്കുന്നത്. എനിക്ക് ഒരു കപ്പ് കാപ്പി കിട്ടിയാൽ ഞാൻ ഇവിടുന്ന് പൊക്കോളാം. നിനക്ക് വീണ്ടും ടി വി കാണാം. ഷോ നിങ്ങൾ പോയി ആ കോഫി മെഷീൻ ഒന്ന് ഓൺ ആക്ക്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷോ ഒന്ന് മിണ്ടാതിരിക്കേണ്ട സണ്ണിച്ച. എനിക്ക് കോഫി മെഷീൻ്റെ കാപ്പി കുടിക്കാനായിരുന്നെങ്കിൽ ഞാൻ ഓഫീസിൽ വെച്ച് കുടിച്ചേനെ. ഷോ, ഞാൻ 9 മണി വരെ കാത്തിരിക്കണം ഒരു കാപ്പിക്ക്? വേണ്ട, ഞാൻ തന്നെ കാപ്പി ഉണ്ടാക്കിക്കോളാം. സണ്ണിച്ചായോ, കാപ്പി ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്കൂടെ ഒരു കാപ്പി ഉണ്ടാക്കി തരാമോന്നേ പ്ലീസ്? സോറി, മോളിവിടെ ഉണ്ടായിരുന്നോ? എന്തിനാ മോളെ കൗച്ചിൽ ഒരു ശവം പോലെ കിടക്കുന്നേ? I'm not sleeping, Dad. I was watching my shows on YouTube. Mom won't get off the TV. She's sucked into these dumb TV serials and won't let me put on the American channels. Mom, isn't this done yet? Can I change the channel? Oh, great. So that you two can sit here like a statue, like your mom, not doing anything. Hey Reba, മോക്ക് ആ കാർട്ടൂൺ ചാനൽ ഒന്ന് വെച്ച് കൊടുത്തേ. എന്തിനാ വേറെ കാർട്ടൂൺ വെക്കുന്നേ? ഇവിടെ തന്നെ ഒരു ലൈഫ് സൈസ് കാർട്ടൂൺ ഉണ്ടല്ലോ. First of all, I don't watch cartoons. And secondly, why would I watch the same cartoon every day? Go do some homework or something. Don't you have any friends you can talk to? Oh yeah, thanks for reminding me. I told Jamie I would FaceTime with her at 7 p.m. Let me do my hair before I call her. FaceTime? What? No one sees each other in person anymore. Oh, Dad, get with the times already. ദാ വരുന്നു അടുത്ത കുറങ്ങ്. I'm Simon. Make sure you hit like and share my videos so I can become the next reality star. എടാ, what are you doing? എന്തിനാ നീ തലേ ആന്റീന വെച്ച് നടക്കുന്നേ? Dad,
you almost ruined my video. I'm trying to get on this reality show and I need to send a video of me dancing and singing so everyone can see how talented I am. Okay, so what's that on your head? You won't buy me that GoPro camera, so I had to make my own. So you also don't have anything to study? Instead of building this thing to become the next reality star, why don't you build something to take care of world hunger or clean water problems for third world countries? Look at Siju. He's already practicing to be a doctor. Yeah, right, Dad. I'm gonna make millions as a reality star. I'll worry about that stuff later. Now, let me do my thing. അയ്യോ എന്റെ ദൈവമേ. എന്താ എന്തു പറ്റി? ഓ ആ എപ്പിസോഡ് തീർന്നു. ഇനി നാളെ വരെ നോക്കിയിരിക്കണം ബാക്കി കഥ അറിയാൻ. ഓഹോ, ഇത്രയും നേരം കുത്തിയിരുന്നിട്ട് അവർ വീണ്ടും നീട്ടിയോ? നല്ല ശല്യമാണല്ലോ. എനിക്ക് വിശന്നിട്ട് വയ്യ. ഇവിടെ വല്ലതും കഴിക്കാനുണ്ടോ? ആ സാറ്റർഡേ പാർട്ടിയിലെ ഫുഡ് ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. എടുത്ത് ചൂടാക്കി കഴിച്ചോ. ഞാൻ പിന്നെ കഴിച്ചോളാം ചായ. ആഹാ, അത് ശരി. ഇനി ഇതാണ് നിന്റെ പ്ലാൻ. എല്ലാ സാറ്റർഡേയിലും പാർട്ടി നടത്തി ഫുഡ് കേറ്ററിംഗ് ചെയ്ത് ബാക്കി വരുന്നത് ഒരാഴ്ച വീട്ടുകാരെ കഴിക്കണം. എനിക്ക് അവരെ പോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ല. നിങ്ങൾക്കാണെങ്കിൽ നല്ല ഫുഡും വേണം. അതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. കൊള്ളാമടി നിന്റെ ഐഡിയ. ആ പിള്ളേരെല്ലാം എന്ത് ചെയ്യേ? എല്ലാവർക്കും ഉള്ളത് ഒരുമിച്ച് കഴിക്കാം. പിള്ളേർ കഴിച്ചു കഴിഞ്ഞു. അവർക്ക് ഈ ഇന്ത്യൻ ഫുഡൊന്നും ഇഷ്ടമില്ലല്ലോ ചായ. നിനക്ക് ആ ടി വി ഒന്ന് ഓഫ് ആക്കാമോ? അതിന്റെ സൗണ്ട് എന്നെ വട്ടുപിടിപ്പിക്കുകയാണ്. ഓ ഓക്കെ, ഇന്നത്തെ ദിവസം ഏതായാലും വേസ്റ്റായി. എന്താ എന്ത് പറ്റി? ആ കഴിഞ്ഞ സൺഡേയിൽ പള്ളിയിൽ കൊടുത്ത സാരി അച്ഛൻ ഓർമ്മയുണ്ടോ? എന്ത് പറ്റി അതിന്? ഞാൻ അച്ഛനെ കൊണ്ട് എടുപ്പിച്ച ഫോട്ടോ അത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് വെറും 32 ലൈക്കേ കിട്ടിയുള്ളൂ. പിന്നെ അച്ഛനറിയാമോ, ആ ആനയില്ലേ, അവളുടെ ഓൾഡ് ഫാഷൻ സാരി ഉടുത്ത ഫോട്ടോയ്ക്ക് കിട്ടി 300 ലൈക്ക്. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളെല്ലാം ഭയങ്കര കുശുംബികളാ. അതുകൊണ്ടാണ് എനിക്ക് ലൈക്ക് കിട്ടാൻ. പിന്നെ അവരെല്ലാരും കുശുംബികളാ. ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നേ? ലാപ്ടോപ്പിൽ ബാക്കി സീരിയൽ കാണാൻ പോവുക? ആ സീരിയൽ അല്ല, വേറെ നല്ല ഒരു സീരിയൽ എപ്പിസോഡ് യൂട്യൂബിലുണ്ട്. അതുകൊണ്ട് ഞാൻ യൂട്യൂബ് നോക്കിക്കോളാം. ഇനി ആർക്ക് വേണമെങ്കിലും ടി വി കാണും. ഈ സീരിയലെല്ലാം കുടുംബജീവിതം നശിപ്പിക്കും. ഇതൊക്കെ എഴുതുന്ന എഴുത്തുകാരന് സമ്മതിക്കണം. അവർക്ക് കുടുംബം നശിപ്പിക്കുന്നവർക്ക് അവാർഡ് കൊടുക്കണം. ഇനിയെങ്കിലും അതൊന്ന് ഓഫാക്കിയിടാമോ? Daddy, you're home. മോളെ, finally someone is here to greet me. How was your day? Oh, it went great. How was yours? It was okay. The best part is coming home and seeing you. I can always count on you to come greet me at the door. Well, yeah, at least you have me for the next 6 years. Why? What do you mean? Oh, Daddy don't karyam. When I'm 16, won't you buy me a phone like you did for Chechi? If you want someone to greet you at the door, why don't we get a dog? Can I get a dog, Daddy? Let's get a dog. Please, Daddy, please. Yeah, that's all we need. Next minute, he will also be asking me for an iPad or an iPhone. Okay. Well, at least you can come and eat dinner with me. Tomorrow, things are going to change around here. അടുത്ത ദിവസം ഈ കുടുംബം ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലെത്തി. എന്താണ് കാരണമെന്ന് നോക്കാം. ആ വീട്ടിലെ ഒരു ഉപകരണങ്ങളും ഇന്റർനെറ്റുമായി കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ അവസ്ഥയെ ഈ കുടുംബം എങ്ങനെയാണ് തരണം ചെയ്യുന്നത് എന്ന് കാണാം.
ആ സീരിയലിന്റെ ആ മറ്റേ അതിന്റെ കഥ എന്ന് പറഞ്ഞേ, എന്താ നടന്നത്? ആ എന്നിട്ട് പിന്നെ 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 എന്താ ചെയ്യും? അയ്യോടി, എന്നാലും അവൻ അങ്ങനെ ചെയ്തല്ലോ. പക്ഷേ ഈ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്തത് കാരണം എനിക്ക് സീരിയൽ, ലാപ്ടോപ്പ്, TV ഒന്നും കാണാൻ പറ്റുന്നില്ലടി. എന്തോ നല്ല സീനാ ഞാൻ മിസ് ചെയ്യുന്നേ. ഹലോ, ഐ ആം ഹോം. എടി ഒരു മിനിറ്റ്, എടി സണ്ണിച്ചാൻ എത്തിയിട്ടുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. എടി ഒരു കാര്യം, എടി ഒന്ന് പ്രാർത്ഥിക്കണേ ഈ വൈഫൈ ഒന്ന് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പാസ്വേഡ് ചേഞ്ച് ചെയ്തോ? Bill pay ചെയ്തോ? What's wrong with the connection, Dad? വെയിറ്റ് വാട്ട്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നമ്മുടെ വൈഫൈ ചലിക്കുന്നില്ല, അതിന് പാസ്വേഡ് വർക്ക് ആവുന്നില്ല. അച്ഛാ ചേഞ്ച് ചെയ്തായിരുന്നു അച്ഛാ? സത്യം പറ, നിങ്ങൾക്കറിയാമോ ഈ നിമിഷം എൻ്റെ ഫേവറേറ്റ് സീരിയലിനെല്ലാം ക്ലൈമാക്സ് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് മാത്രം ഒന്നും കാണാൻ സാധിക്കുന്നില്ല. I cannot handle this, all this stress. പിന്നെ ഈ വീട്ടിൽ റിമോട്ട് മിസ്സിംഗ് ഉണ്ട് അച്ഛാ. ഇനി നിങ്ങളാണ് അത് മാറ്റി വെച്ചതാണോ? എനിക്കൊരു സംശയമുണ്ട് എൻ്റെ സണ്ണിച്ചായനെ. ഇതാണോ ഒരു പ്രശ്നം? മമ്മി ഡാഡിക്ക് അറിയാമോ, വൈഫൈ ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ചുക്കന പ്രോബ്ലംസേ ഉള്ളൂ. വൈഫൈ ഇല്ലെങ്കിൽ എന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റൂല. എന്റെ ഫാൻസ് മൊത്തം എന്നെ വിട്ടു പോകും. എന്റെ റിയാലിറ്റി കരിയർ അങ്ങനെ അകന്നു പോകും. നിങ്ങൾ ഇത് എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? എനിക്ക് ഈ വൈഫൈ കുറിച്ച് ഒന്നും അറിയില്ല. ഞാനത് തൊടാൻ പോയുമില്ല, എനിക്കതിന് സമയമില്ല. ഈ വീട്ടിൽ എന്തുവാ നടക്കുന്നേ? TV സീരിയലില് കുടുംബത്തിൽ നടക്കുന്ന എല്ലാം അറിയാം. സ്വന്തം വീട്ടിൽ നടക്കുന്ന വല്ല അറിയാമോ? മോക്ക് യൂട്യൂബും ഫേസ് ടൈമും സമയമുണ്ട്. ഫാമിലി മെമ്പേഴ്സിന്റെ ഫേസ് നോക്കാൻ ടൈമില്ല. പിന്നെ ഈ സ്റ്റാറിന്റെ കാര്യം പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിൽ വരുമ്പം എൻ്റെ ഈ ചക്കര മോള് മാത്രമേ ഡാഡിയെ ഗ്രീറ്റ് ചെയ്യത്തുള്ളൂ. പിന്നെ ഞാൻ കിച്ചണിൽ പോയി ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന പഴയ കഞ്ഞി ചൂടാക്കി തന്നെ കഴിച്ചോണം. ആരെയും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, ആരോട് സംസാരിക്കാൻ പാടില്ല. എല്ലാവരും എപ്പോഴും ബിസിയാണ്. ഈ വൈഫൈ കേടായത് ഏതായാലും നന്നായി. ഞാൻ ഇനിയും ഇത് ശരിയാക്കാൻ പോകുന്നില്ല. ഇത്രയും ദിവസം നിങ്ങൾ സുഖിച്ചല്ലോ, ഇനി ഞാനും ഒന്ന് സുഖിച്ചോട്ടെ മോനെ ദിനേശ. അയ്യോ, അങ്ങനെ പറയല്ലേ ഡാഡി, പ്ലീസ് ഇതൊന്ന് ഫിക്സ് ചെയ്യോ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. റീബ, എനിക്ക് വിശക്കുന്നു, ഇച്ചിരി ആഹാരം ചൂടാക്കി തന്നെ. പിന്നെ എല്ലാരും ഇപ്പം ഫ്രീ ആയ സ്ഥിതിക്ക് ഡിന്നർ ഒരുമിച്ചങ്ങ് കഴിച്ചേക്കാം. വാട്സേ? എനിക്കറിയാം സണ്ണിച്ചായൻ ഏതാണ്ട് ഒരു കളി കളിക്കുന്നുണ്ട്. ആ കള്ള ലക്ഷണം കാണുമ്പോഴേ അറിയാം. ഏതായാലും ഞാൻ പോയി ഫുഡ് ചൂടാക്കിയിട്ടേക്കാം. വാ എല്ലാവരും. രണ്ടാഴ്ചയായിട്ട് ഇവർക്ക് യാതൊരു ഇന്റർനെറ്റ് കണക്ഷനും വീട്ടിലില്ല. ഈ അവസ്ഥ എങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ കുടുംബം ഈ സമയം കൊണ്ട് ഇന്റർനെറ്റ് ഇല്ലാതെ എന്തെല്ലാം നല്ല കാര്യങ്ങൾക്കായി അവരുടെ വിലയേറിയ സമയം വിനിയോഗിക്കാമെന്ന് മനസ്സിലാക്കി. റീബ, ഞാൻ എത്തി. Thanks for coming over, guys. It definitely helps to do this homework in person. I can't believe how easy and fast we got through it all together. Bye. ഇതെന്താ നിങ്ങൾ നോക്കുന്നത്? സണ്ണിച്ചാൻ, ഞങ്ങൾ മോന് വേണ്ടിയിട്ടുണ്ടല്ലോ കോളേജ് പ്രോസസ് എല്ലാം നോക്കുക. കുറേ ചോയ്സസ് ഉണ്ട് കേട്ടോ. അടുത്ത മാസം നമുക്ക് ഈ കോളേജ് വരെ ഒന്ന് പോയി നോക്കണം. That's a great idea. Let's do that. ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പം ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാൻ കൊതിച്ചിരിക്കുമായിരുന്നു. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ
ഞാൻ ഇന്നലെ രാത്രി വൈഫൈ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് പഴയ പാസ്വേഡ് തന്നെ വീണ്ടും ഇട്ടു. അപ്പൊ ഡാഡി അതൊക്കെ ചെയ്തേ. എന്താ ഡാഡി ഇങ്ങനെ കാണിച്ചേ? ഓക്കെ, ഞാൻ പറയുന്നത് സൂക്ഷിച്ച് കേൾക്കണം. ഇന്നത്തെ ജീവിതത്തിൽ ടെക്നോളജി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ സോഫ്റ്റ്വെയർ ഫീൽഡിലായതുകൊണ്ട് എനിക്ക് ടെക്നോളജിയുടെയും ഡിവൈസസിൻ്റെയും വാല്യൂ നല്ലവണ്ണം അറിയാം. പക്ഷേ അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. ഇറ്റ്സ് അസ്, ഫാമിലി. നമ്മളെല്ലാവരും ഒരു കുടുംബമായി പരസ്പരം സംസാരിക്കണം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ തമ്മിൽ ഷെയർ ചെയ്യണം. എല്ലാവരെയും ബഹുമാനിക്കണം. ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, എല്ലാവരും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. Technology and devices are important, but excess of everything is bad. Now, who's hungry? Me. Great. Let's go out for dinner. കുറെ നാളായി ഒരു ഫാമിലി ഔട്ടിംഗ് ചെയ്തിട്ട്. പക്ഷേ അതിനു മുമ്പേ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പിക്ചറിന് വേണ്ടി ഒരു സെൽഫി എടുക്കാം. Sunny was played by Jacob Matthew. Reba by Julie Thomas. Sheba by Ellen Wilson. Simon by Joel Titus. Sophie by Anona Thomas. Written and directed by Asha Joseph.